യോ വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും ആനിമി ബ്ലേഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബോറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് മാംഗയുടെ ചാപ്റ്റർ 4 ആണ്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും കണ്ടിട്ട് വരേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സോ തേർഡ് ചാപ്റ്ററിന്റെ എൻഡിൽ വന്ന് തന്റെ ബേസിലേക്ക് എത്തിയ കോഡ് ടെൻഡിൽസിന്റെ പക്കലേക്ക് പോവുകയും കോഡിന്റെ മൂവ്മെന്റ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ബോറുട്ടോ ആണെങ്കിൽ കോഡ് അറിയാതെ ഒരു ചെറിയ ടോഡിനെ അവന്റെ കൂടെ അയച്ചിരിക്കും. ആൻഡ് ഈ ചെറിയ ടോഡ് വന്ന് ടെൻഡിൽസിനെ കണ്ടു എന്ന് പറയുകയും ആ ഇൻഫോർമേഷൻ വന്ന് ബോറുട്ടോയുടെ പക്കലുള്ള ടോഡ് അവനോടും പറഞ്ഞിരിക്കും. ആൻഡ് ഇങ്ങനെയായിരുന്നു തേർഡ് ചാപ്റ്റർ ഉണ്ടായിരുന്നത്. ദെൻ ഇപ്പോൾ ഫോർത്ത് ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിൽ കോഡാണെങ്കിൽ ബോറുട്ടോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിക്കും. ഇവറ്റകളെല്ലാം ഇപ്പോൾ ഡിഫറന്റ് ആണ്, കാരണം നീ ഇവരെ ട്രാൻസ്ഫോം ചെയ്തിരുന്നു. ആൻഡ് ഇതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഇവർ നിന്റെ കൺട്രോളിൽ ഇരിക്കെ തന്നെ എല്ലാത്തിനും ഇല്ലാതാക്കുവാണെങ്കിൽ അത് നിനക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ കാണേണ്ടി വരുമെന്ന് പറയും. സോ ഇതിങ്ങനെ കോഡ് ഓർത്ത് നോക്കിയതിനു ശേഷം ഇവറ്റകൾക്ക് തിന്നാൻ മാത്രമേ അറിയൂ, ഇവരെങ്ങനെയാണ് എനിക്കൊരു തെറ്റായി മാറുക എന്ന് പറയും. ആൻഡ് ഇതേ സമയം തന്നെ ഇവിടെ ബോറുട്ടോ സ്പൈ ചെയ്യാൻ വിട്ട് കോഡിന്റെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു ചെറിയ ടോഡ് വന്നാണെങ്കിൽ അതിന്റെ കയ്യിൽ നിന്നും ലീഫ് വില്ലേജ് സിമ്പിളുള്ള ഏതൊരു സാധനം താഴെക്കിടുകയും അതേസമയം തന്നെ മറുവശത്ത് ബോറുട്ടോയുടെ പക്കലുള്ള ടോഡാണെങ്കിൽ വേഗം തന്നെ ബോറുട്ടോ നമുക്ക് സമയമില്ല എന്ന് പറയും. ആൻഡ് അതിനൊന്ന് ബോറുട്ടോ, നീ ഒന്ന് കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരിക്കാമോ, ഞാൻ എന്റെ ഗ്രാൻഡ് പേയെ പോലെ ഇതിൽ അത്ര സ്കിൽഫുൾ അല്ല എന്ന് പറയും. എന്നിട്ട് ബോറുട്ടോ ഏതൊരു ജുട്സിനെ യൂസ് ചെയ്യാൻ പോകുകയും ഇവിടെ അത് കണ്ടോടുന്ന കവാക്കി ബോറുട്ടോയെ നോക്കി ഇവൻ ആരോടാണ് സംസാരിക്കുന്നത് ചിന്തിക്കും. കാരണം കവാക്കിക്ക് അറിയില്ലായിരുന്നു ബോറുട്ടോയുടെ കോളറിന്റെ ഉള്ളിൽ വന്ന് ഒരു ചെറിയ ടോഡുള്ള കാര്യം. സോ ഇങ്ങനെ ബോറുട്ടോ വന്ന് തന്റെ ആ ഒരു ജുട്സിനെ യൂസ് ചെയ്യേ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ തന്നെ ഫ്ലൈയിങ് തണ്ടർ കോഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ കോഡിരിക്കുന്ന ബേസിലേക്ക് എത്തും. യെസ്, അതേ ഗൈസ്, നിങ്ങൾ കണ്ടത് ശരിയാണ്. നമ്മുടെ ബോറുട്ടോയ്ക്ക് മിനാറ്റോയെ പോലെ തന്നെ ഫ്ലൈയിങ് റേജനെ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ വന്ന് ബോറുട്ടോ ഫ്ലൈയിങ് തണ്ടർ കോഡ് ടെക്നിക്കിനെ യൂസ് ചെയ്തുകൊണ്ട് കോഡുള്ള സ്ഥലത്തെത്തിയതും ബോറുട്ടോ തന്റെ പക്കലെത്തിയതുകൊണ്ട് കോഡ് അങ്ങനെ അങ്ങ് ഷോക്ക് ആകുവാണ്. കോഡ് ചോദിക്കും, നീ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ ബോറുട്ടോ വന്ന നേരം കോഡിനെ സ്പൈ ചെയ്യാൻ ടോഡിനോട് ചോദിക്കും ടെൻഡിൽസ് എവിടെയാണെന്ന്. ആൻഡ് അതിനാട്ടോട് ടെൻഡിൽസിനെ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് നോക്കി ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ഞാൻ കുറച്ചു മുൻപ് വരെ അതിനെ ഇവിടെ കണ്ടതല്ലേ എന്ന് പറയും. എന്നിട്ട് ആ ടോഡ് ഒരുപക്ഷെ കോഡ് വല്ലതും ടെൻഡിൽസിനെ ടെലിപ്പോർട്ട് ചെയ്ത് കാണുമോ, പക്ഷെ അങ്ങനെ ഇവന് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല, കാരണം അത്രയും വലിയ ടെൻഡിൽസിനെ കൊണ്ടുപോകുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. സോ ഇങ്ങനെതെല്ലാം അവിടെ നിന്ന് കോഡ് കേക്ക് ഏതാണ് ഈ ടോഡെന്ന് ചിന്തിച്ച് കൺഫ്യൂസ് ആയി നോക്കും. ആൻഡ് അതേസമയം തന്നെ അവിടെ കുറച്ചു മുമ്പ് ടെൻഡിൽസിനെ കണ്ട ആ ഒരു ഡോമിന് വെളിയിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ആൻഡ് അവന്റെ പക്കൽ ഒന്ന് റിനേകാനുണ്ട്. ഇവനെ ബോറുട്ടോ നോക്കിയതിനു ശേഷം പക്ഷേ വളരെയധികം ലേറ്റ് ആയിരിക്കുന്നു എന്ന് പറയും. ആൻഡ് അപ്പോൾ അവിടെ ഒന്ന് കോഡ് ആ ഒരു മുകളിൽ നിൽക്കുന്ന ആളെ നോക്കിക്കൊണ്ട് ബഗ് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മരത്തിൽ ട്രാപ്പായി കിടക്കുന്ന ബഗിനെ കണ്ടില്ലായിരുന്നു, ആ ഒരു ബഗ്ഗാണിത്. പക്ഷേ ഇവൻ വന്ന് ആക്ച്വലി ആ മരത്തിൽ ട്രാപ്പായി കിടക്കുന്ന ബഗ് ആയിരുന്നില്ല. ആൻഡ് ഇതെങ്ങനെയാണെന്ന് നമ്മുടെ ബോറുട്ടോ പറയും. ഇവിടെ ബോറുട്ടോ ആണെങ്കിൽ കോഡിനോട്, നീ ആ ബഗ് എന്ന് പറയുന്നവൻ വന്ന് നിന്റെ പുറകെ ഇരിക്കുന്ന ട്രീയിൽ ട്രാപ്പായവനല്ലേ, പക്ഷേ ഇവൻ അവനല്ല, കാരണം ഈ ബഗ് വന്ന ഡിവൈൻ ട്രീയിൽ ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ അവന്റെ ചക്രയെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒന്നാണിത്. ഇവൻ ഇങ്ങനെ ക്രിയേറ്റ് ആവാൻ കാരണം ഡിവൈൻ ട്രീ ആണെന്ന് പറയും. ആൻഡ് അപ്പോൾ അത് കേട്ട കോഡ്, നീ എന്താണ് സംസാരിക്കുന്നത് ചോദിക്കേ അതിന് ബോറുട്ടോ പറയും, ഡിവൈൻ ട്രീയിൽ ആരൊക്കെയാണോ ട്രാപ്പ് ചെയ്യപ്പെടുന്നത് അങ്ങനെ ട്രാപ്പ് ആയവരുടെ രൂപത്തെ എടുത്തുകൊണ്ട് അവരുടെ ചക്ര ഇൻഫ്യൂസ് ചെയ്ത് ടെൻഡിൽസ് ഇങ്ങനെ ട്രാൻസ്ഫോം ആകുമെന്ന് പറയും. സോ ഇങ്ങനെ ബോറുട്ടോ പറഞ്ഞതും അന്നേരം ആ ബഗ് പോലുള്ള ക്രീച്ചർ ബോറുട്ടോയെ അറ്റാക്ക് ചെയ്യാൻ വരികയും ബോറുട്ടോയെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇടിച്ച് താഴേക്കിടും. എന്നിട്ട് ഇവിടെ ആ ബഗിനെ പോലുള്ള ക്രീച്ചർ, നീ ഇങ്ങോട്ട് വന്നത് ടെൻഡിൽസിനെ ഇരയാകാൻ വേണ്ടിയാണോ ബോറുട്ടോ ഓട്സുക്കി എന്ന് ചോദിക്കും. ആൻഡ് അപ്പോൾ അതിനൊന്ന് ബോറുട്ടോ ഒരു ജുട്സുനെ യൂസ് ചെയ്ത് ലൈറ്റിംഗിനെ റിലീസ് ചെയ്തുകൊണ്ട് ബഗിനെ പോലുള്ള ക്രീച്ചറിനെ ഷോക്കടിപ്പിച്ച് ദൂരേക്ക് തെറിച്ചു വിടും. എന്നിട്ട് അതിനുശേഷം വന്ന് ഈ ബഗിനെ പോലുള്ള ക്രീച്ചർ തന്റെ കൈയെ ഡൈനോസറിന്റെ വായ പോലെ ആക്കി ബോറുട്ടോ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ബോറുട്ടോ ആണെങ്കിൽ അവിടുന്ന് സഡനായി ടെലിപ്പോർട്ട് ചെയ്തുകൊണ്ട് കോഡിന്റെ പക്കലേക്ക് വരികയും ഇവിടെ കോഡൊന്ന് ബോറുട്ടോട് ചോദിക്കും, നീ ഇപ്പോൾ എന്നോട് പറ ഈ സാധനം എന്താണ്, ഈ സാധനത്തിന് എന്താണ് ഇപ്പോൾ വേണ്ടതെന്ന്. എന്നിട്ട് ഇങ്ങനെ കോഡ് പറഞ്ഞതിന് ശേഷം അങ്ങനെ തളർന്ന് വീഴുവാണ്. സോ അപ്പോൾ ഇതേണ്ട ബോറുട്ടോ കോഡിന്റെ മേലെ നേരത്തെ വിട്ട സുഹിക്കോയുടെ എഫക്റ്റിനെ റിവേഴ്സ് ചെയ്യുകയും അവനോടൊന്ന് നീ ഇപ്പോൾ എണ്ണീക്ക് എന്നിട്ട് എനിമിയുടെ അറ്റാക്കിന് വേണ്ടി തയ്യാറാകുക, കാരണം ഇപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ചത്തുപോകുമെന്ന് പറയും. ആൻഡ് അപ്പോൾ ഇത് കേട്ടിട്ട് കോഡ് ബോറുട്ടോട് ചോദിക്കും, എന്താണ് ഈ ടെൻഡിൽസിന് സംഭവിച്ചതെന്ന്. ആൻഡ് അതിന് ബോറുട്ടോ പറയും, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഈ ഡിവൈൻ ട്രീക്കുള്ളിൽ ബഗ് ട്രാപ്പ് ആയതുകൊണ്ടാണ് ടെൻഡിൽസ് ഒന്നും ഇങ്ങനെ ആയിരിക്കുന്നത്. ആൻഡ് ഇതുപോലെ ബഗിന് മാത്രമല്ല നിറയെ പേർ ഇങ്ങനെ മരത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയും. ആൻഡ് അപ്പോൾ ഇങ്ങനെ ഇവിടെ ബോറുട്ടോ പറഞ്ഞതും ഇവരുടെ രണ്ടുപേരുടെയും മുകളിൽ നിർത്തം പറഞ്ഞുകൊണ്ട് അത് ചക്രയാണെന്ന് പറയും. എന്നിട്ട് അവൻ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവനെയും ഇത് ഇല്ലാതാക്കും, ഇതൊന്നും ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ചക്രയെ അബ്സോർബ് ചെയ്യും. ആൻഡ് ഇങ്ങനെ എല്ലാ ജീവന്റെയും ചക്ര അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ചക്ര ഫ്രൂട്ട് രൂപപ്പെടും. ആൻഡ് അതുകൊണ്ടാണ് ഞങ്ങളുടെ യഥാർത്ഥ ഗോളെന്ന് ഈ ഒരു വ്യക്തി പറയും. എന്നിട്ട് അതിനുശേഷം ഈ ഒരു ക്യാരക്ടർ കോഡിനെ നോക്കി പറയും, പക്ഷേ കോടി, ഞാൻ നിനക്കാണ് നന്ദി പറയേണ്ടത്, കാരണം നീ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു രൂപം ലഭ്യമായതെന്ന്. കാരണം ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കോഡൊന്ന് ടെൻഡിൽസിന്റെ ചക്രയെ പാർട്ടായിട്ട് എടുത്ത് ക്ലോഗ്രിൻസിനെ തയ്യാറാക്കിയിരുന്നില്ലേ, ആ ക്ലോഗ്രിൻസ് വന്ന് മനുഷ്യരെ കടിച്ച് അവരുടെ ചക്ര അബ്സോർബ് ചെയ്താണ് ഇങ്ങനത്തെ ഒരു രൂപത്തെ പ്രാപിച്ചിരുന്നത്. സോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിന്റെ പക്കലും റിനേകാനുണ്ട് എന്ന് വെച്ചാൽ ഇവനും ഒരു ടെൻഡിൽസ് ആണ്. എന്നിട്ട് ഇതിന് ശേഷം അങ്ങോട്ടേക്ക് ഒരു ലേഡി വരികയും, എന്നെ കണ്ടാൽ പാവമായിട്ടുണ്ട് കോഡ്, നിന്റെ ഈ നശിച്ച വിധി നിനക്ക് ഒരിക്കലും തന്നെ തിരുത്താൻ കഴിഞ്ഞില്ല, എപ്പോഴും നീ ആരുടെയെങ്കിലും ഒക്കെ ആവശ്യങ്ങൾക്കായി യൂസ് ചെയ്യപ്പെടുന്ന ഒരു ക്ലോണായി മാറിയിരിക്കുകയാണ്, വരുന്നവരും പോകുന്നവരും എല്ലാവരും നിന്നെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണെന്ന് പറയും. സോ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഈ ലേഡിയുടെ പക്കലും റിനേകാനുണ്ട് എന്ന് വെച്ചാൽ ഈ ലേഡിയും ഹ്യൂമൻ ഫോം ലഭിച്ച ടെൻഡിൽസ് ആണ്. അന്നേരം ഇവിടെ വന്ന് ബോറുട്ടോയുടെ പക്കലുള്ള ടോഡ്, ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിച്ചതിലും മോശമാണ്, ബോറുട്ടോ പിന്നിലേക്ക് ഒരു നമുക്ക് നമ്മുടെ ഫോർമേഷനെ റീബിൽഡ് ചെയ്യേണ്ടതുണ്ടെന്ന് പറയും. ആൻഡ് അന്നേരം അത് കേട്ടതും ബോറുട്ടോ തിരിഞ്ഞതും അവന്റെ സൈഡിലൂടെ വേറൊരു ടെൻഡിൽസ് അങ്ങോട്ടേക്ക് നടന്നു വരികയും ആ ടെൻഡിൽസിനെ കണ്ട ബോറുട്ടോ തന്റെ കണ്ണെടുക്കാതെ ആ ടെൻഡിൽസിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. ഓൾസോ ഈ ഒരു ടെൻഡിൽസ് വന്ന് ബാക്കിയുള്ള ടെൻഡിൽസിനെക്കാട്ടിലും കുറച്ച് ഡിഫറന്റ് ആണ്. ആൻഡ് ബോറുട്ടോ എന്നാണെങ്കിൽ ഈ ടെൻഡിൽസിനെ കണ്ണെടുക്കാതെ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇതിന് ശേഷം ഈ ഒരു സീൻ കട്ട് ചെയ്ത് ഹൊക്കാഗെയുടെ ഓഫീസിനെ കാണിക്കുവാണ്. ഇവിടെ ഹൊക്കാഗെയുടെ ഓഫീസിൽ ഷിക്കമാരു ആൻഡ് കവാക്കിയെ കാണിക്കുവാണ്. ഇവിടെ ഷിക്കമാരു ആണെങ്കിൽ എന്താണ്
എന്താണ് നീ പറഞ്ഞത് അവൻ പെട്ടെന്ന് പറഞ്ഞു പോയെന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ഏതോ ഒരു സ്പേസ് ടൈം നിഞ്ചുറ്റ്സുനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. എന്റെ അതിനൊന്ന് കവാക്കി കോഡ് ഓടിപ്പോയതിനു ശേഷം ബൊറൂട്ടോയും പറഞ്ഞു പോയിരുന്നു. അവൻ അങ്ങനെ പോയത് കണ്ടു കഴിഞ്ഞാൽ കോഡിനെ ചേസ് ചെയ്യുന്നത് പോലെയായിട്ടാണ് തോന്നിയത്. പക്ഷെ എനിക്ക് അവൻ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് അറിയില്ല എന്ന് പറയും. എന്റെ അപ്പോൾ അതിനൊന്ന് ചിക്കമാരു നീ പറയുന്നത് വെച്ച് നോക്കിയാൽ ബൊറൂട്ടോ എന്ന് കൊനഹയിലേക്ക് വരാനുള്ള ഒരേ ഒരു കാരണം കോഡാണെന്നാണോ എന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്ന് കവാക്കി ഒരുപക്ഷെ ബൊറൂട്ടോയും കോഡും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരിക്കും. കാരണം അവൻ മറിഞ്ഞു പോകുന്നതിന് മുന്നേ ആരോട് സംസാരിച്ചിരുന്നു. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ സെൻസറി യൂണിറ്റിൽ നിന്ന് ആരോ ബൊറൂട്ടോയ്ക്ക് സഹായിക്കുന്നുണ്ടെന്ന്. ആൻഡ് അതിനൊന്ന് ചിക്കമാരു ഇങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല. സെൻസറി യൂണിറ്റിലുള്ള എല്ലാവരെയും ബൊറൂട്ടോയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ സെൻസറി യൂണിറ്റിൽ സ്പൈ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയും. സോ അപ്പോൾ ഒന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് സാറട വരികയും ഇപ്പോഴും നിങ്ങൾ അതിനെപ്പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോഡ് ഒന്ന് കൊനഹെ അറ്റാക്ക് ചെയ്തു. ആൻഡ് ബൊറൂട്ടോ ആണെങ്കിൽ അവനെ അത് തടഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഓടിച്ചു വിട്ടു. അതായിരിക്കും ശരിക്കും നടന്നത്. ഒരു പക്ഷേ എഡിയോട് പോലും സംസാരിച്ചിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എഡിയോടൊന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ അത് കേട്ടൊന്നും കവാക്കി അങ്ങനെയൊന്നും നടക്കാൻ ഒരു വഴിയുമില്ല സാറട. ഇപ്പോൾ ബൊറൂട്ടോ ഒരു ഓട്സുസൂക്കിയാണ്. അവന്റെ ഉദ്ദേശം എന്താണെങ്കിലും ശരി അവൻ ഇപ്പോൾ ഒരു ഓട്സുസൂക്കി ആയതുകൊണ്ട് തന്നെ നമ്മുടെ എനിമിയാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തിരുന്നാലും ചത്ത് തന്നെ ആകണമെന്ന് പറയും. ആൻഡ് അതിനൊന്ന് സാറട അങ്ങനെ നോക്കുവാണെങ്കിൽ നീ ഒരു ഓട്സുസൂക്കി അല്ലേ, നിന്നെയല്ല ആദ്യം കൊല്ലേണ്ടതെന്ന് പറയും. അപ്പോൾ അതിന് കവാക്കി സാറടയുടെ പക്കലേക്ക് പോയിക്കൊണ്ട് ഞാനും ഒരു ഓട്സുസൂക്കിയാണ്, പക്ഷേ ഞാൻ ഓട്സുസൂക്കികളെ കൊല്ലുന്ന ഓട്സുസൂക്കിയാണ്. എന്റെ ഈ പവേഴ്സ് എന്നത് വന്ന് ഓട്സുസൂക്കികളെ കൊല്ലാൻ വേണ്ടിയുള്ളതാണ്. ആൻഡ് അങ്ങനെ ഞാൻ ഓട്സുസൂക്കികളെല്ലാം കൊന്നതിന് ശേഷം സന്തോഷത്തോടെ ഞാനേ ഇവിടുന്ന് പോയേക്കാം. അതുവരെ ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കും, ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയും. ആൻഡ് അതിന് സാറട ഞാനും ഇത് ഒരു പ്രാവശ്യം കൂടി പറയാം, നിന്നെ ഞാൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊനഹയിൽ നടക്കാൻ അനുവദിക്കില്ല. സോ അന്നേരം ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ചിക്കുമാരുവാണെങ്കിൽ അവിടെ നിങ്ങൾ രണ്ടുപേരും നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഞാനാണ് ഹോക്കാകെ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആ മരത്തിനെ പറ്റിയിട്ടുള്ള കാര്യം പറയൂ. അതിൽ വല്ലതും ക്ലോമാക്സ് ഉണ്ടോ? അങ്ങനെ ക്ലോമാക്സ് ഉള്ള വേറെ വല്ല മരവും ഇവിടെ മുഴുവൻ അവൻ വെക്കാൻ പോകുവാണെന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്നും സാറട അതെനിക്ക് ശരിയായിട്ട് അറിയില്ല, പക്ഷെ മരത്തിൽ ട്രാപ്പ് ആയിരിക്കുന്നവരെല്ലാം ഇപ്പോഴും ജീവനോടെ തന്നെയാണുള്ളത്. ആൻഡ് എനിക്കെന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ബൊറൂട്ടോയ്ക്ക് വന്ന് ഇതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാമെന്ന് പറയും. ആൻഡ് അപ്പോൾ അത് കിട്ടുന്ന ചിക്കുമാരു അങ്ങനെയാണെങ്കിൽ ബൊറൂട്ടോ അതിനുവേണ്ടിയാണ് കോഡിനെ ചേസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ആൻഡ് സാറുടെ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും നടന്നിരിക്കുക. കോഡ് നമ്മുടെ ലീഫ് വില്ലേജിനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയായിരിക്കാം ബൊറൂട്ടോ ഇങ്ങോട്ട് വന്ന് കോഡിനെ ഡിഫീറ്റ് ചെയ്തതെന്ന് പറയും. എന്നിട്ട് അതിനുശേഷം ഈ ഒരു സീൻ കട്ടിയത് ഇപ്പോൾ ആ 4 ടെന്റിൽസിനെ കാണിക്കുവാണ്. കോഡ് എന്നാണെങ്കിൽ പറയും ഇവര് തന്നെ ഇവരെ ഷിഞ്ചു എന്ന് വിളിക്കുവാണല്ലോ എന്ന്. ആക്ച്വലി ഷിഞ്ചുസ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ട്രീസ് എന്നാണ്. സോ ഇവിടെ വന്നിപ്പോൾ ബൊറൂട്ടോയുടെ കോളറിനുള്ളിൽ ഇരിക്കുന്ന ടോഡ് അവനോട് പറയും ഇപ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്ന ബൊറൂട്ടോ, നമ്മുടെ സർപ്രൈസ് അറ്റാക്ക് ഒന്ന് ഫെയിൽ ആയിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ രക്ഷപ്പെട്ടു പോകുന്നതാണ് നല്ലതെന്ന് പറയും. ആൻഡ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും സഡനായി ബൊറൂട്ടോയെ ഡിഫറന്റ് ആയിട്ട് തോന്നിക്കുന്ന ടെന്റിൽസ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്നതും സഡനായത് ചിഡോറി യൂസ് ചെയ്യും. ആൻഡ് അതേ ടൈം തന്നെ നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ റാസെങ്കാനെ യൂസ് ചെയ്യും. റാസെങ്കാനെ ചിഡോറിയും കൊളൈഡ് ചെയ്ത് ഭയങ്കരമായ ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാകും. എന്നിട്ട് അത് കഴിഞ്ഞാൽ ബഗ് പോലുള്ള ടെന്റിൽസ് അറ്റാക്ക് ചെയ്യാൻ വരികയും ബൊറൂട്ടോ തന്റെ സ്വാഡിനെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ആ ബഗ് പോലുള്ള ടെന്റിൽസ് ആണെങ്കിൽ ബൊറൂട്ടോയുടെ സ്വാഡിനെ തന്റെ കൈ കൊണ്ട് പിടിക്കുകയും ബൊറൂട്ടോ ഒരു ജെല്ലി പോലത്തെ സ്ഥലത്ത് ട്രാപ്പ് ചെയ്തു. ആൻഡ് അപ്പോൾ നോക്കി അങ്ങോട്ട് ആ ലേഡി ടെന്റിൽസ് വരികയും കോഡിനെ നോക്കി കോഡ് നീ നിന്റെ കൈ എനിക്കതാ, അല്ലെങ്കിൽ ഇതിൽപ്പെട്ട് നീ ചാകുമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടൊന്നും കോഡ് അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കാണിക്കും. അവനോട് പറയും ഇപ്പോൾ നടക്കുന്നതെല്ലാം കണ്ടിട്ട് ഇവർ തന്നെ നിന്നെ കൊന്നു കളയുമെന്ന് തോന്നുന്നു, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്, പക്ഷെ എന്നിരുന്നാലും ഇത് എനിക്കൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് കോഡ് തന്റെ ക്ലോ മാർക്കിനെ യൂസ് ചെയ്ത് ടെലിപ്പോർട്ടായി പോകും. ആൻഡ് ഇത് കണ്ടതും ബൊറൂട്ടോ കോഡ് ഇങ്ങനെ ചെയ്ത് തോർത്ത് വളരെയധികം ടെൻഷൻ ആയിരിക്കും. ആൻഡ് അന്നേരം വന്ന് ബൊറൂട്ടോയുടെ മകളോട് ഇതോടെ മതിയാക്ക് ബൊറൂട്ടോ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, ഓർക്ക് നീ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോകും, ഈ ലോകത്തിന് പിന്നെ ഒരു നല്ല ഫ്യൂച്ചറേ ഉണ്ടാകില്ല എന്ന്. സോ അപ്പോൾ ഇത് കേട്ട ബൊറൂട്ടോ നേരം ഫ്ലൈങ് റേജിനെ യൂസ് ചെയ്തുകൊണ്ട് അവിടുന്ന് ടെലിപ്പോർട്ടായി രക്ഷപ്പെടും. ആൻഡ് ഇതിന് ശേഷം ഈ 4 ടെന്റിൽസിൽ ലീഡറിനെ പോലെ തോന്നിക്കുന്ന ടെന്റിൽസ് നീ വളരെയധികം ലക്കിയാണ് ബൊറൂട്ടോ ഓട്സുസൂക്കി, ഞങ്ങളുടെ പവേഴ്സ് ജസ്റ്റ് ഇപ്പോഴാണ് വേക്കണായിരിക്കുന്നത്, ഞങ്ങളുടെ ലക്ഷ്യത്തെ നിറവേറ്റാൻ വേണ്ടി തീർച്ചയായും ഒരു നാൾ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറയും. അതുവരെ നീ നിന്നെ കൊണ്ട് ഓടാൻ പറ്റുന്ന അത്ര ഓടിക്കോ, നീ എവിടെ പോയി ഒളിഞ്ഞിരുന്നാലും രക്ഷപ്പെടാൻ സാധിക്കില്ല, കാരണം ഇതാണ് നിന്റെ വിധി എന്ന് പറയും. എന്നിട്ടപ്പോൾ ഈ ഒരു സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ബൊറൂട്ടോയെ കാണിക്കുവാണ്. ഇവിടെ നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഒരു മരത്തിനടുത്ത് പോയി ചാഞ്ഞിരുന്നുകൊണ്ട് സാസ്കെ അവന് നേരത്തെ ഇവിടുത്തെ ഹെഡ്ബാൻഡിനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരിക്കെ അങ്ങോട്ടേക്ക് സഡനായി ആരും ഒരാൾ വരുന്ന വഴിയെ പറയും ലോകത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നീ തന്നെ ലോകത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുവാണോ, ഇനി ഒരിക്കലും നീ ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല എന്ന് പറയും. എന്റെ അപ്പോൾ അത് കേട്ടതും ബൊറൂട്ടോ എന്നോട് ക്ഷമിക്കൂ, ഞാൻ കുറച്ച് പാനിക് ആയി പോയെന്ന് പറയും. സോ അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഈ എൻട്രി കൊടുത്ത ആരെന്ന് പറഞ്ഞാൽ കോജിക്കാശിനായിരുന്നു. എന്റെ കോജിക്കാശി എന്ന് ബൊറൂട്ടോ പറഞ്ഞതിന് ഞാനും നിന്നെ ഇത് സമാധാനപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെയൊക്കെ നടക്കാൻ വലിയൊരു പ്രോബിലിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് നടന്നു കഴിഞ്ഞതിനൊന്നും മാറ്റാൻ സാധിക്കില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇനി അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. സോ ഇത് കേട്ടതും ബൊറൂട്ടോ അങ്ങനെ മുകളിലേക്ക് നോക്കി എന്നോട് ക്ഷമിക്കൂ, നിങ്ങൾ ഇനിയും കുറച്ച് നാൾ കൂടി ഇതിലിരുന്നേ മതിയാകൂ സാസ്കി എന്ന് പറയും. ആൻഡ് അപ്പോൾ അന്നേരമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ മരത്തിനുള്ളിൽ സാസ്കയാണ് ട്രാപ്പ് ആയിരിക്കുന്നത്. ആൻഡ് ഇതോടെയാണ് 4th ചാപ്റ്റർ ആവുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് വരൂ, അതുപോലെ തുടർന്നും ഇതിന്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ലഭിക്കുവാനായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർ.